ഇപ്പോൾ പുടിൻ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. ട്രംപ് നമ്മളുമായിട്ട് ശക്തമായ എതിരായി നിൽക്കുന്ന സമയത്താണ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനം വരുന്നത്. അപ്പോൾ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം നമ്മുടെ ഈ ലോക പൊളിറ്റിക്സിലെ ഈ ജിയോ പൊളിറ്റിക്സിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാനുള്ള സാധ്യത? മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാവും. കാരണം ഈ വരവിനെ ലോകം മുഴുവൻ, പ്രത്യേകിച്ചും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും, ഒരു പരിധിക്കപ്പുറം ചൈനയും വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നൊരു സന്ദർശനമായത്. കാരണം 4 കൊല്ലം കൊണ്ട് ഒരുപക്ഷെ പരാജയത്തിലോട്ട് പോകാമായിരുന്ന, കൈവിട്ട കളിയാകാമായിരുന്ന ഒരു പോരാട്ടത്തിൽ ഇന്നുവരെ ജയിച്ചു നിൽക്കുന്ന റഷ്യ, ഒപ്പം തന്നെ കഴിഞ്ഞ 2-3 സന്ദർഭങ്ങളിലായിട്ട് കടലാസിൽ എഴുതിയല്ല, ബാറ്റിൽ ഫീൽഡിൽ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയുന്നൊരു രാജ്യമാണെന്ന് സ്ഥാപിച്ച ഭാരതവും രണ്ടും കൂടി ഒന്നിച്ച് വരുന്നു എന്ന് പറയുന്നത്, ഇത് സ്വാഭാവികമായും ലോകത്തെ പല രാജ്യങ്ങൾക്കും ഭയം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഭയമെന്നുള്ള വാക്ക് പറയുന്നത് തെറ്റാണെങ്കിൽ അവരുടെ പ്രതിരോധം മുറുക്കേണ്ട സമയം ആണെന്ന് പറയേണ്ടി വരും. ഇത് ചരിത്രത്തിൽ ഒരിക്കൽ അനുഭവം ഉണ്ടായതാണ്. 1971 ആ ബംഗ്ലാദേശ് യുദ്ധത്തിന് സമയത്ത്, അന്നാണ് യഥാർത്ഥത്തിൽ ഒരു കമ്പാക്ട് ലെവലിൽ ഭാരതവും സോവിയറ്റ് യൂണിയനും ഒന്നിച്ചു നിന്നിട്ട് ഒരു പോരാട്ടത്തിൻ്റെ സാഹചര്യം വരുന്നത്. അന്ന് കിസിഞ്ചർ ബ്രോക്കർ ചെയ്ത് നിക്സന്റെ അമേരിക്കയും ചൈനയും തമ്മിൽ ഏറെ അങ്ങടുത്തു. അവരുടെ കൂടെ ഒരു വേട്ടപ്പട്ടിയുടെ റോളിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് സോവിയറ്റ് യൂണിയനോട് സന്ധിയുള്ളതുകൊണ്ട് ഭാരതവും. പക്ഷെ അന്നത്തെ ചരിത്രം കാട്ടിക്കൊടുത്തു, വളരെ പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഭാരതം ഉദ്ദേശിച്ചിടത്ത് ദിവസങ്ങൾക്കുള്ളിൽ, ഇത് ഡിസംബർ മാസമാണ്, അതിൻ്റെ സമയം തന്നെയായത്, ആ ഡിസംബർ ദിവസം 10 ദിവസം കൊണ്ട് ലക്ഷ്യം നേടിക്കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് ഏകപക്ഷീയമായിട്ട് തന്നെ ഭാരതം അവസാനിപ്പിച്ചു കൊടുക്കുക, സാർ ഓർക്കുന്നുണ്ടല്ലോ. ആ സാഹചര്യം വെച്ച് പറയുമ്പം ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നവർക്ക്, പ്രതിരോധ സംവിധാനങ്ങൾ ചർച്ച ചെയ്യുന്നവർക്ക് ഈ സന്ദർശനം വർഷങ്ങൾക്ക് ശേഷമുള്ള പുതിയ ഒരു ഡെവലപ്മെൻ്റാണ്. അത് നൽകുന്ന സന്ദേശം കൃത്യവുമാണ്. അവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം, അവിടെ ഒരു കോൺട്രാഡിക്ഷൻ തന്നെയാണ്. റഷ്യയോ ചൈനയോ ഒന്നും ഒരു പരിധിവരെ യൂറോപ്യൻ രാജ്യങ്ങളല്ല, അവരാരും യുദ്ധം വേണ്ട എന്ന് പറയുന്നവരല്ല. യുദ്ധം ഉണ്ടാവണം, യുദ്ധത്തിൽ നിന്ന് ലാഭം ഉണ്ടാവണം. അമേരിക്കയുടെ തന്നെ കണ്ടല്ലോ, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വാറെന്നാണ് ഇപ്പം പേരിട്ടിരിക്കുന്നത്, യുദ്ധത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അവരുടെ അക്കൗണ്ട്സിൽ പോലും, കമ്പനികളുടെ അക്കൗണ്ട്സിൽ പോലും പ്രോഫിറ്റ് ഫ്രം വാർ എന്നൊരു അക്കൗണ്ട് ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അവിടെയാണ് ഭാരതം വേറൊരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനോട് നേരിട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിലും ഞങ്ങൾ, അതായത് ഭാരതം, നിഷ്പക്ഷരാണെന്ന് കരുതണ്ട, ഞങ്ങൾക്ക് കൃത്യമായ പക്ഷമുണ്ട്, ഞങ്ങൾ സമാധാനത്തിൻ്റെ പക്ഷത്താണ്. അതൊരു വലിയ സന്ദേശമാണ്. പുടിൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത്. പുടിൻ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടൊന്നുമല്ല. അത് ട്രംപിനും ഷീ ജിൻപിങ്ങിനും എല്ലാം ഉള്ള മെസ്സേജുമാണ്. ഭാരതം പറയാനുള്ളത് പറയും, പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കും. അവിടെ നേരും നെറിയും ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവുമാണ് വിഷയം. അതിനപ്പുറം ഒരു കാര്യത്തിലേക്ക് പോവില്ല എന്നും വേണ്ടി വന്നാൽ പ്രതിരോധിക്കുന്നതിനുള്ള കഴിവുണ്ടെന്നുള്ള സന്ദേശമാണ് കൊടുത്തത്.
ഇനി ഒരു കാര്യം കൂടി എനിക്ക് കാര്യത്തിൽ പറഞ്ഞിട്ട് നമുക്ക് സാറിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഷയം കൂടിയുണ്ട്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനർജി സോഴ്സ് അത് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അത് തടസ്സപ്പെടുത്തുക. കാരണം യുദ്ധത്തിന് ശേഷമാണ് ആ എനർജി ഇമ്പോർട്ടിൻ്റെ സോഴ്സായിട്ട് റഷ്യ മാറിയത്. യുദ്ധം കഴിഞ്ഞാലും അത് നഷ്ടപ്പെടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ സ്ട്രാറ്റജി. അത് നടക്കില്ല എന്നും അത് ആ ഭാരതത്തിന് ആവശ്യമുള്ള എനർജി അല്ല ഫ്യൂവലിൻ്റെ സപ്ലൈ ഒരു തടസ്സവും ഇല്ലാതെ തുടരുന്നതിനുള്ള വ്യവസ്ഥ ഞങ്ങൾ ചെയ്യുമെന്ന് ഇന്നലെ പുടിൻ പറഞ്ഞു. അതിന് നേരിട്ടൊരു മറുപടി പറഞ്ഞില്ലെങ്കിലും പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ എനർജിയുടെ പങ്കിനെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമേ മോദി ചെയ്തുള്ളൂ. പക്ഷെ അതിനകത്ത് അണ്ടർലൈൻ മെസ്സേജ് വളരെ ക്ലിയറാണ്. കം വാട്ട് മേ, ഒരു പരിധിക്കപ്പുറം എനർജി ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ പോലും ഭാരതം സ്വന്തം താല്പര്യത്തെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് പ്രയോജനപ്രദമായി വരും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് എക്യുപ്മെൻറ്റ്സ് അതിനെ സംബന്ധിക്കുന്നുള്ള S-400 മറ്റും അതിൻ്റെ കാര്യത്തിലും ഭാരതം കൃത്യമായ നിലപാടാണ്. അമേരിക്കയുടെ ഏത് തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറമായിട്ട് ഭാരതത്തിന് ചെയ്യുന്നുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രധാന വിഷയം. ശ്രീ സോവിയറ്റ് റഷ്യയുടെ ഒരു തകർച്ചയ്ക്ക് ശേഷം ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയൊക്കെ വന്ന് വിഘടിച്ചു പോയി, അത് ദുർബലമാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റഷ്യ നേരിടുന്ന വലിയൊരു പ്രശ്നം, ഒന്നവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വിധത്തിലൊരു സാമ്പത്തിക ശക്തിയല്ല റഷ്യ. മറ്റൊന്നവർക്ക് മാൻ പവറിന് വലിയ ഒരു ഷോർട്ടേജ് ഉണ്ട്. എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയൊരു കാര്യം, സാറ് ഇസ്രയേൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിനെക്കുറിച്ച് സാറ് കൃത്യമായിട്ട് ലേഖനം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഉക്രൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിനെ തകർക്കാൻ 4 വർഷം കഴിഞ്ഞിട്ടും റഷ്യക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങ് ശ്രദ്ധിച്ച് കാണുമല്ലോ. അതുപോലെ തന്നെ S-400 റഷ്യയുടെ കയ്യിലുണ്ട്, അവരുൽപ്പാദിപ്പിച്ച മിസൈലാണ്. എന്നിട്ടും യുക്രൈൻ്റെ ഡ്രോൺ റഷ്യയിൽ വീഴുന്നു, യുക്രൈൻ്റെ മിസൈൽ റഷ്യ വീഴുന്നു. ഇതൊക്കെ അവിടെ സംഭവിച്ചു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായപ്പോൾ ചൈനയുടെ സഹായം ഉണ്ടായിട്ടും ഒറ്റയൊരു മിസൈൽ പോലും നമ്മുടെ അതിർത്തി ഭേദിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെങ്ങും പതിക്കുന്നത് ഒരു സ്ഥിതി ഉണ്ടായില്ല. അപ്പം നമ്മൾ ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, യുദ്ധത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെന്ന യുദ്ധത്തിലും വ്യത്യാസം പറഞ്ഞാൽ പാകിസ്ഥാനോട് അമേരിക്കയുണ്ട്, ചൈനയുമുണ്ട്. അപ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്തു. അപ്പം നമ്മൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട ഒരു പൊസിഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ആ കാര്യത്തിലുള്ളൊരു നിരീക്ഷണം എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഡിഫൻസിൻ്റെ കാര്യത്തിൽ വി ആർ എ വെൽ പ്രിപ്പയർഡ് നേഷൻ. നമ്മുടെ ഡിഫൻസിൻ്റെ സൈഡും ഒഫൻസിന് പ്രതിരോധത്തിൻ്റെ സൈഡും പ്രത്യാക്രമണത്തിൻ്റെ സൈഡും രണ്ടും വളരെ എഫക്റ്റീവ്. അക്കാര്യത്തിൽ തൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയവുമില്ല. അതേ സമയത്ത് തന്നെ ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ഭാരത പാകിസ്ഥാൻ യുദ്ധത്തെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ട. അതിന് കാരണമെന്ന് പറയും, നമ്മളെപ്പോഴും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകാൻ വേണ്ടി ഞാൻ പറയുക, പാകിസ്ഥാന് വേണ്ടത്ര ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്കും അവസരം കൊടുക്കാതെ അറ്റാക്ക് ചെയ്തതിലെ സർപ്രൈസ് എലിമെൻറ്റ്, ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും പല ടാർഗറ്റും ഹിറ്റ് ചെയ്ത ശേഷമാണ് തീർച്ചയായിട്ടും അവരുടെ റഡാർ സംവിധാനങ്ങളും അവർ കിട്ടിയ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ചൈനയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ആ പ്രത്യേക സാഹചര്യത്തിൽ, ഓപ്പറേഷൻ തുറന്ന സാഹചര്യത്തിൽ അവരെ നമുക്ക് കണ്ണുവെട്ടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അതേ സമയത്ത് തന്നെ റഷ്യയ്ക്ക് പലപ്പോഴും അതുപോലെ പ്രതിരോധം പറ്റാതെ പോയിട്ടുണ്ട്. പിന്നെ സാറ് ചോദിച്ചൊരു പ്രധാന വിഷയം, അവിടെ വേറൊരു കാര്യം കൂടി ഓർക്കണം. എൻ്റെ ലേഖനത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത്, നമുക്ക് അത് വേറൊരു വിഷയം എന്താ ഞാൻ പറഞ്ഞോട്ടെ. പലരും പറയും നമുക്ക് റഷ്യയുമായിട്ട് പഴയ ബന്ധമുള്ളത് കൊണ്ട് ആ ബന്ധം നമ്മൾ അഭംഗുരം തുടരണം.
റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പം നമുക്ക് അങ്ങനെ ഒരു ബാധ്യത ഉണ്ടോ? സാറിൻ്റെ അഭിപ്രായം എന്താ? സാർ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ വേൾഡ് പൊളിറ്റിക്സ് നോക്കിയാൽ ആ ഇപ്പോൾ സാറിൻ്റെ ഒരു സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്, റഷ്യ ഒരു വലിയ രാജ്യം, അതൊരു അൺഎത്തിക്കൽ വാറായിരുന്നു എന്നാണ് സാറിൻ്റെ ഒരു നിലപാടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ റഷ്യ ചെറിയൊരു രാജ്യമായ ഒരു കാലത്ത് യുക്രൈൻ അവരുടെ ഭാഗമായിരുന്നല്ലോ, അതിനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, അവരുടെ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ ഒരു മോഹത്തിൻ്റെ ഭാഗമായിരിക്കാം അത്. പക്ഷേ റഷ്യയുടെ ഭാഗം മാത്രമല്ല, അമേരിക്ക വിയറ്റ്നാമിനെ ആക്രമിച്ചില്ലേ, അമേരിക്കയായിട്ട് എന്തെങ്കിലും ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. രണ്ട്, അമേരിക്ക ഇറാഖിലേക്ക് കയറി ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവിടെ ജനങ്ങളെ തിരഞ്ഞെടുത്ത അവരുടെ നേതാവാണ് സദ്ദാം ഹുസൈൻ. എന്തൊരു ധിക്കാരമാണ്, അവിടെ ചെന്ന് സദ്ദാം ഹുസൈനെ പിടിച്ച് അവിടെ കൊണ്ട് തൂക്കിക്കൊല്ലുക. അത്രമാത്രം ക്രൂരതയാണ് അമേരിക്ക കാണിച്ചത്. ലോകത്തൊരു പ്രാവശ്യമേ ആറ്റം ബോംബ് പ്രയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ, അത് ചെയ്തതും അമേരിക്ക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും വേൾഡ് പവറാണല്ലോ. അമേരിക്കയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയേക്കാൾ വളരെ അന്തസ്സ് പല കാര്യങ്ങളിലും റഷ്യ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 1971 യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം ഇന്ദിരാഗാന്ധി റിച്ചാർഡ് നിക്സനെ കണ്ടു. റിച്ചാർഡ് നിക്സനെ കണ്ടിട്ട് അപമാനിതയായിട്ടാണ് ഇന്ദിര തിരിച്ചു പോരുന്നത്. 45 മിനിറ്റാണ് ഓവൽ ഓഫീസിൻ്റെ പുറത്ത് ഇന്ദിരയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത്. തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴേ നിക്സൺ പറഞ്ഞതായിട്ട് പിന്നെ ഹെൻറി കിസിഞ്ചർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ച ഒരു ദുർമന്ത്രവാദിനി എന്നാണ്, സർവ്വാശിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 7ാം കപ്പൽപ്പട, ഈ 7th ഫ്ലീറ്റ്, അന്നത്തെ ലോകത്ത് ഏറ്റവും ശക്തമായൊരു സേനാ സംവിധാനത്തെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കുകയാണ്. യുദ്ധം നിർത്തണമെന്ന് അന്ത്യശാസനം നൽകുകയാണ്. അപ്പം ബ്രിട്ടനും അവരുടെ കൂടെ കൂടി. ബ്രിട്ടൻ ഇന്ത്യയുടെ അല്ല, ആ ഘട്ടത്തിൽ അവർ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തത്. ബ്രിട്ടനും അവരുടെ കൂടെ കൂടി. എനിക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ബഹുമാനം അതാണ്. അപ്പോൾ എന്തായാലും ഇന്ദിരാഗാന്ധി ആ ക്രൈസിസിനെ അതിജീവിച്ച് നേരെ ബ്രഷ്നേവുമായിട്ട് പോയി കണ്ട് ഒരു ഇന്ത്യ റഷ്യ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ ക്രൈസിസിനെ ഇന്ദിര അതിജീവിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇന്ത്യയെ തൊടാൻ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഒരു ക്രൈസിസിൽ, വേൾഡ് വാറിലേക്ക് പോകുന്ന ഒരു ക്രൈസിസ്, ഒരുപക്ഷെ ക്യൂബൻ ക്രൈസിസിന് ശേഷം ലോകത്തുണ്ടാകുന്ന വലിയൊരു ക്രൈസിസ് അതാണ്. കാരണം 7ാം കപ്പൽപ്പടയെ തടഞ്ഞുകൊണ്ട്, ബ്രിട്ടീഷ് നേവിയെ തടഞ്ഞുകൊണ്ട്, നേവൽ ഫോഴ്സിനെ തടഞ്ഞുകൊണ്ട് റഷ്യ നിൽക്കുകയാണ്. അപ്പോൾ ആ തടഞ്ഞ് ഇന്ത്യയെ സംരക്ഷിക്കാൻ തയ്യാറായിട്ട് വന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ഇന്ത്യ ഛിന്ന ഭിന്നമായി പോകുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും വലിയൊരു ആപത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധിക്ക് എല്ലാ പിന്തുണയും ബ്രഷ്നേവ് കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ്, 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യം നേരിട്ട് ഏറ്റവും വലിയ ക്രൈസിസിൽ നമ്മളോടൊപ്പം നിന്ന രാജ്യമാണ് റഷ്യ. അപ്പോൾ ആ റഷ്യ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ ഒക്കുമോ സാർ? ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ സാറേ, ക്ഷമിക്കണം. തീർച്ചയായിട്ടും. അന്ന് കൂടെ നിന്നത് റഷ്യ അല്ല, സോവിയറ്റ് യൂണിയനായിരുന്നു. അതാണ് എൻ്റെ പോയിന്റ്. ആ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ഉക്രൈനും. അപ്പോൾ അന്ന് ഉക്രൈനും ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് സോവിയറ്റ് യൂണിയൻ നമ്മളെ സഹായിച്ചു. ഒരു വീട്ടിലെ 4 ചേട്ടന്മാർ 5 കൂടി നമ്മളെ സഹായിച്ചു. അവർ തമ്മിലൊരു സംഘടന ഉണ്ടാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും മൂത്ത ചേട്ടനെയോ അനിയനെയോ സഹായിക്കേണ്ട ബാധ്യത നമുക്കില്ലല്ലോ. ഇതാണ് എൻ്റെ ലോജിക്ക്. പക്ഷേ അത് ഞാൻ സാറ് പറഞ്ഞ ആദ്യത്തെ ഭാഗത്തെയൊക്കെ സമ്മതിക്കുന്നു, ഒരു കാര്യം ഒഴിച്ചിട്ട്. അത് ഞാൻ രണ്ടാമതിലേക്ക് വരാം. പക്ഷെ എന്തായാലും അതൊക്കെ എന്തുവാട്ടെ, പക്ഷെ ലോകത്ത് 2 രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഒരു രാജ്യം സ്വാഭാവികമായിട്ടും കാണുന്നത് അതിലെ ശരി തെറ്റുകൾക്കപ്പുറം അതെങ്ങനെയാണ് എൻ്റെ രാജ്യത്തെ ബാധിക്കുക എന്നുള്ളതാണ്. അതിനെ കണക്കാക്കിയുള്ള രണനീതിയാണ് ഭാരതം എടുത്തത്. അതൊരു ഭാഗത്ത്. പിന്നെ സാറ് പറഞ്ഞുകൊണ്ട് മാത്രം അന്നത്തെ യുദ്ധത്തെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ത്യയിലേക്ക് പോകുന്നതിനോട് എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. 962 യുദ്ധം പരാജയപ്പെട്ടു. സാറിനറിയാമല്ലോ ആർക്കാണ് രാജിവെക്കേണ്ടി വന്ന്? ആരാ രാജിവെച്ചത്? യുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് ആരാ? അല്ല, രാജിവെപ്പിച്ചത് ആരെയാ? കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. അതെ അതെ അതെ. അങ്ങനെയെങ്കിൽ 71 യുദ്ധം ജയിച്ചതിന് ക്രെഡിറ്റ് പോകേണ്ടത് ജഗജീവൻ റാമിനല്ലേ? ബാബു ജഗജീവൻ റാമിനല്ലേ പോകേണ്ടത്? അങ്ങനെയായിരുന്നു പ്രതിരോധ മന്ത്രി. അദ്ദേഹമായിരുന്നു പ്രതിരോധ മന്ത്രി എന്ന് ആർക്കും അറിയത്തോലുമില്ല. അതൊരു കാര്യം. പിന്നെ മറ്റൊന്നും കൂടെ ഞാൻ എടുത്തു പറയാം. ആ യുദ്ധത്തിൻ്റെ പ്രധാന ഭാരതത്തിൻ്റെ വിജയത്തിൻ്റെ സ്ട്രാറ്റജിക് കാരണങ്ങളുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ പകുതി നമ്മുടെ കൂടെയാണ്. അതൊക്കെ ഉണ്ടെങ്കിലും വിജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്
ചൈന അന്ന് നമ്മളെ സഹായിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെ, പാകിസ്ഥാനെ സഹായിച്ച് നമുക്കെതിരെ ഇടപെടാവുന്ന ഒരു പരിതസ്ഥിതിയിലായിരുന്നില്ല. കാരണം മാവോ സേതുങ്ങിനെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ, ആ പേര് ഞാൻ പറഞ്ഞു, ചൈനയുടെ പേര് ഓർക്കാൻ പ്രയാസമാണ്, ആ ഡിഫൻസ് മിനിസ്റ്റർ ഒരു ആന്തരിക കലാപത്തിൻ്റെ സാധ്യത തേടുകയായിരുന്നു റഷ്യയുടെ സഹായത്തോടു കൂടി. അതിനെ മാനേജ് ചെയ്യുന്ന സമയമായതുകൊണ്ടും അവസാനം ആ ഡിഫൻസ് മിനിസ്റ്റർ പോയ വിമാനം ആക്സിഡൻറ്റിൽ പറ്റി അങ്ങനെ മരിച്ചുപോയി. അതുകൊണ്ട് ചൈനയ്ക്ക് ഇടപെടാൻ സാഹചര്യം വന്നില്ല. പിന്നെ അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി സോവിയറ്റ് ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷമല്ല, അതിനു മുമ്പ് തന്നെ ഇൻഡോ സോവിയറ്റ് കരാറ് ഒപ്പിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം അന്ന് ഒന്നായിരുന്ന ഒരു രാജ്യം പലതായി പിരിഞ്ഞു കഴിഞ്ഞപ്പം അതിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പം നമ്മൾ ആ കൂടെ പോകുന്നതിനകത്ത് കൂടെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പോകുന്നതുകൊണ്ട് തെറ്റുമില്ല. അനുഭവത്തിൽ പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും നമ്മുടെ ഈ കഴിഞ്ഞ 4 വർഷത്തെ ആ ഫ്യൂവൽ കാര്യത്തിൽ, ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ലോകമെല്ലാം ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടത്തിൽ ആ വിലയെ പിടിച്ചു നിർത്താനും ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിൽ കൂടി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഭാരതത്തിന് കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ നയതന്ത്ര രീതികളുടെ പരിശ്രമങ്ങളുടെ പൂർണ്ണമായ വിജയമാണ്. അവിടെ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് അവിടെ ഇത് രണ്ടാമത് പുനർചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. പിന്നെ ഒരു കാര്യം ഓർക്കുക, പലപ്പോഴും നമ്മൾ ഭാരതത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ചേർന്ന് പോകുന്നില്ലെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യമന്ത്രിയായിട്ട് 1977 വന്നപ്പോഴും റഷ്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അന്ന് ആ കൊസിജൻ വാജ്പേയിയുമായിട്ട് ബന്ധപ്പെട്ട ശേഷം തിരിച്ച് അവിടെ ചെന്ന് പറഞ്ഞു, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ കാണുമെങ്കിൽ വാജ്പേയി പോയി കണ്ടാൽ മതിയെന്ന്. അതുപോലെ ചൈനയോടുള്ള ബന്ധത്തിൽ പോലും നമ്മൾ ഒരിക്കലും മുറിച്ചു മാറാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടില്ല. മോദി തന്നെ ഇപ്പം വന്നു കഴിഞ്ഞിട്ടും അന്നത്തെ കാലത്ത് വാജ്പേയിയും പോയല്ലോ. വാജ്പേയി പോയ സമയത്താണല്ലോ അവർ വിയറ്റ്നാമിനെ ആക്രമിക്കാൻ തയ്യാറായി അന്തരീക്ഷം മോശമാക്കിയത്. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ബലമായ വിശ്വാസം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാർ, MA ബേബിയുടെ പാർട്ടി, അല്ലെ സീതാറാം യെച്ചൂരി ഭരിക്കുന്ന പാർട്ടി, EMS വരുന്ന പാർട്ടി, ആ പാർട്ടി ശല്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഭാരതവും ചൈനയായിട്ട് പോലും പക്ഷേ നല്ല ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം, കമ്പാരിസൻ്റെത് ഒരിക്കലും റഷ്യയെ അമേരിക്കയായിട്ടോ ചൈനയായിട്ടോ പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ യുദ്ധം തന്നെ ഉക്രൈൻ നാറ്റോയുടെ ഭാഗമായി നിന്നുകൊണ്ട് റഷ്യയുടെ അതിർത്തിയിൽ റഷ്യയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം വരും എന്ന കണക്കൂട്ടലിലാണ് അവരിതിന് പോയത്. അവർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷൻസും ഉണ്ട്. പിന്നെ സാർ വേറൊന്ന് ആലോചിച്ച് നോക്കി, ആ പേരും പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഉക്രൈൻ്റെ യുദ്ധാനന്തര അല്ല യുദ്ധകാലത്തെ പുനർനിർമ്മാണത്തിന് അവർ ഫണ്ട് കൊടുക്കാൻ പോകുന്നത്, യൂറോപ്യൻസ് ഫണ്ട് കൊടുക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുള്ള റഷ്യയുടെ സാമ്പത്തിക ഡിപ്പോസിറ്റ്സ് നിന്നാണെന്ന്. അത് ഫ്രീസ് ചെയ്തിരിക്കുക. അവരവിടെ ശേഖരിച്ചിട്ടുള്ള വിദേശ നാണ്യവും സ്വർണ്ണമൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ചു കൊടുക്കുക. അതെടുത്തിട്ട് ഞങ്ങൾ യുക്രൈൻ നന്നാക്കുമെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കി എത്ര മര്യാദകളാണെന്ന്. അതൊരു ഇൻ്റർനാഷണൽ റിലേഷൻ്റെ സംബന്ധിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു തരത്തിലും അമേരിക്കയോ നമ്മുടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളോ അവരുടെ നിലപാടുകൾ ശരിയാണെന്ന് ഒരു തരത്തിലും പറയാൻ പറ്റില്ല. വിയറ്റ്നാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് രാജ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. വിയറ്റ്നാമിൻ്റെ കാര്യത്തിൽ ചൈന ഏതെന്താ, രണ്ടും ഒരേ പ്രത്യയശാസ്ത്രം, രണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. വിയറ്റ്നാമിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ചൈന പോയിരിക്കുന്നു. അനുഭവം തിരിച്ചായി. പോയ അതേ സ്പീഡിൽ തിരിച്ച് ഓടിപ്പോരേണ്ടി വന്നു. വിയറ്റ്നാം എന്നൊരു കുഞ്ഞൻ രാജ്യം, ചെറിയ രാജ്യം, ചൈനയെ അടിച്ചകത്ത് കയറ്റുന്നതാണെന്ന് പറയുന്നത്. ചൈനക്കാരൻ പോയ വഴി പുല്ലുകളത്തിട്ടാണ്. അപ്പം അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഭാരതത്തിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന
ഒരു സഖ്യകക്ഷി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ടും സാർ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്. അവരുടെ സാമ്പത്തിക അവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അവർക്കിപ്പം പ്രധാനപ്പെട്ട ഒരു ഘടകം അവരുടെ നാച്ചുറൽ റിസോഴ്സസും മിനറൽസും മറ്റും അത് ഇന്ന് അമേരിക്കയ്ക്ക് പോലും ആശ്രയിക്കാൻ പറ്റുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഭാരതത്തിനും അത് ആ കാര്യത്തിലും അവരുമായിട്ട് ബിസിനസ് ആകാം. അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ ഭാരതം അത് രണ്ടു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യലായിട്ടുള്ള സാമ്പത്തിക ബന്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുക. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഈ ബന്ധം തീർച്ചയായിട്ടും അതിന് ശക്തമായ ഒരു ഭാവിയുടെ സാധ്യത കാണുന്നുണ്ട്. അത് പരസ്പരം സഹായത്തിനോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും തന്നെയല്ല, ഇപ്പം G7 അല്ല G20 ഐക്യരാഷ്ട്രസഭ ഇവിടെയൊക്കെ വന്നിരിക്കുന്ന വിള്ളലുകൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സമാധാനക്കുറവുകൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ അധികാരമുള്ള രാജ്യവുമായിട്ട് ഭാരതത്തിനുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഇന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അദ്ദേഹത്തിന് ജിയോ പൊളിറ്റിക്സ് സാമ്പത്തികത്തിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ട്. ഈഗോയുടെ പ്രശ്നമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒന്ന് സാമ്പത്തികമെന്നും, രണ്ടാമത് അദ്ദേഹത്തെക്കാട്ടിൽ ലോകത്തിൽ അക്സെപ്റ്റബിലിറ്റി നരേന്ദ്രമോദിക്ക് വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മോദിക്കെന്നല്ല, ലോകത്തെ ഒരു രാജ്യത്തെ നേതാവും രാഷ്ട്ര നേതാവും ട്രംപിനുപരി പോകുന്നത് ട്രംപിന് സഹിക്കാൻ വയ്യ. പക്ഷേ പുടിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇരുത്തം വന്ന ഭരണാധികാരിയാണ്. ഒരു തരത്തിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ ബന്ധങ്ങളോ തൻ്റെ നോബൽ സമ്മാനം കിട്ടാൻ പോലുള്ള സാധ്യതകളെയോ ഒരുപക്ഷെ തടസ്സപ്പെടുത്താൻ സാധ്യത ഉണ്ടാകും മറ്റേ ആളെന്ന് കരുതിയിട്ട് ആ രാഷ്ട്ര നേതാവുമായിട്ട് ബന്ധം മോശമാക്കാൻ തയ്യാറാവില്ലാത്ത ആളാണ് പുടിൻ. അതുകൊണ്ട് പുടിനും മോദിയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അത് ഭാരതത്തിനും റഷ്യയ്ക്കും അതുവഴി ലോകത്തിനും, പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഉക്രൈൻ്റെ കാര്യത്തിൽ പോലും സമാധാനത്തിൻ്റെ വഴി അവിടെ തുറക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പം പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ അത്യാവശ്യം അവരുടെ പ്രതിരോധത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യാം. പിന്നെ വേറൊരു വലിയ അപകടം ഒഴിവാക്കി കിട്ടി. അത് സാന്ദർഭികമായിട്ടുള്ളതാണ്. എനിക്ക് പുടിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡൽഹിയിലെ തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു യോഗ്യനുണ്ടല്ലോ. ആ യോഗ്യനെ എന്തിൻ്റെ പേരിലാണേലും, അതായത് പുടിന് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ ഒരു കൂടിക്കാഴ്ച വേണ്ടെന്ന് കരുതിയാണെങ്കിലും ഒഴിവാക്കിയതും ഇന്നത്തെ സാഹചര്യത്തിൽ നന്നായി എന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞ്, വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. രാഹുൽ പറഞ്ഞത് പുടിൻ്റെ മിസ്റ്റേക്ക്. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഹി മൈറ്റ് ഹാവ് ഗോട്ട് എ ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ്. ഞാൻ ചെന്നിരുന്നെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുമായിരുന്നു. ഭാരതത്തിന് ഇപ്പോൾ അതല്ല ആവശ്യമുള്ളത്. ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഒറ്റ പെർസ്പെക്റ്റീവ് കേട്ടാൽ മതി. ആ പെർസ്പെക്റ്റീവ് പ്രധാനമന്ത്രി കൊടുക്കും. അത് മതി എന്നാണ് ഭാരതത്തിൻ്റെ തീരുമാനം. ആ തീരുമാനവും ഈ വ്യക്തിയെ അങ്ങോട്ട് അടുപ്പിക്കാഞ്ഞതുകൊണ്ട് നന്നായി. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പുടിൻ്റെ ഈ വരവും ഇവിടെ ചർച്ചകളും അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ തന്നെ, നമുക്ക് ഈ പരിമിതമായ സമയത്തുള്ളിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ തന്നെ അത് ഭാരതത്തിന് തീർച്ചയായും പ്രയോജനകരമായി എന്ന് ഒരു സംശയവും കൂടാതെ പറയാം. സാറേ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഒബ്സർവേഷൻ, സാർ അത് വിയോജിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വേൾഡ് പൊളിറ്റിക്സ് നോക്കിയാൽ വേൾഡ് പൊളിറ്റിക്സ് മോദി സെൻറ്റേഡായി. വളരെ അടുത്ത സമയത്താണ് ഒരു മനുഷ്യൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയിലെ ലോക രാഷ്ട്രീയം കേന്ദ്രീകരിക്കപ്പെടുന്ന അത് അപൂർവമായ സന്ദർഭങ്ങളിലൊന്നാണ് ഇപ്പോൾ കടന്നു വന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചേരിചേരാ നയമാണ് സ്വീകരിച്ചിരുന്നത്. 71
ഇന്ത്യ റഷ്യ എഗ്രിമെൻ്റ് വന്നതോടുകൂടി ശരി ചേരാൻ നയം തീർന്നല്ലോ, റഷ്യയുടെ ശരി നമ്മൾ നിന്നു. അതേസമയം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ഒരു ഭാഗത്ത് ട്രംപിനെ നിർത്തി, മറുഭാഗത്ത് പുടിനെ നിർത്തി. ശരിയായ ചേരിചേരാൻ നയം അതാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലികഴിക്കാതെ റഷ്യയെയും അമേരിക്കയും ബാലൻസ് ചെയ്ത് നിർത്തുന്ന ശരിയായ നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് കാണുന്നത്. നെഹ്റുവിൻ്റെ അലൈൻമെൻറ്റ് നോൺ അലൈൻമെൻറ്റ് അല്ലായിരുന്നു, അത് ദൗർബല്യമായിരുന്നു. ഇന്ന് ശക്തിയുടെ നോൺ അലൈൻമെൻറ്റാണ് നമ്മൾ കാണിക്കുന്നത്, നമ്പർ 1. അപ്പോൾ മോദി സെൻറ്റഡായി. ഇപ്പോൾ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഉക്രൈനുമായുള്ള റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനോടല്ല പറയുന്നത്, മോദിയോടാണ് പറയുന്നത്. അപ്പോൾ മോദിക്ക് അത് തീർക്കാൻ കഴിയൂ എന്നാണ് സെലൻസ്കി പറയുന്നത്. ട്രംപിന് കഴിയുമെന്ന് പറയുന്നില്ല, മോദിക്കേ കഴിയുന്നു. അപ്പോൾ മോദി സെൻറ്റേഡായിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ ചൈന ഒരിക്കൽ പോലും ഏഷ്യയുടെ ആകാശത്ത് 2 സൂര്യന്മാരെ അനുവദിക്കില്ല. അത് ചൈനയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. ബന്ധുക് സമ്മേളനത്തിന് ശേഷമാണല്ലോ നമ്മൾ 62-ൽ യുദ്ധം നടന്നത്. ബന്ധുക് സമ്മേളനത്തിലെ നെഹ്റുവിന് കിട്ടിയ മേൽക്കൈയാണല്ലോ ആ യുദ്ധത്തിലേക്ക് പോയത്. എന്തായാലും ശരി, മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ 2 പ്രാവശ്യമാണ് ഷീ ജിൻപിങ് മോദിയുമായിട്ട് ഏറ്റുമുട്ടിയത്. ഒന്ന് ഡോക്ലാമിൽ, മറ്റൊന്ന് ഗാൽവൻ താഴ്വരയിൽ. 2ഇടത്തും ഷീ ജിൻപിങ്ങിന് ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ മര്യാദയ്ക്ക് മടങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യുക. ഷീ ജിൻപിങ്ങിന് ചൈനയുടെ സാമ്പത്തിക സാമ്രാജ്യം ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുക. നമ്മൾ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരല്ല. നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ നിക്ഷേപം നടത്തി കാശുണ്ടാക്കുന്ന രാജ്യമല്ലല്ലോ ഇന്ത്യ. പക്ഷെ അതിനെ അത്ര ശക്തമായി ഈ ബഹളങ്ങളുണ്ടായി. സാർ ഓർക്കുന്നില്ല, ഗ്ലോബൽ ടൈംസിൽ അന്ന് ചൈന എഴുതിയത് മുട്ട വന്ന് പാറയിൽ മുട്ടുന്ന അനുഭവമായിരിക്കും ഇന്ത്യക്ക് വരാൻ പോകുന്നതെന്ന്. എത്ര ഗംഭീരമായിട്ട് നമ്മളിത് റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ മുന്നിൽ ട്രംപ് പോലും ലോകം മുഴുവൻ ഭയന്ന് നിൽക്കുന്ന സമയത്താണ് മോദി നല്ല നെഞ്ച് വിരിച്ച് 54 ഇഞ്ച് നെഞ്ചിൽ അളവിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കളിയാക്കുന്നത് അവരുടെ വിവരക്കേടും ഉണ്ടായിരിക്കാം. പക്ഷേ അത് നെഞ്ച് വിരിച്ച് ഇന്നൊരു പ്രധാനമന്ത്രിയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ മോദി സെൻറ്റേഡായിട്ട് ഈ ലോകത്തെ കൊണ്ടുവരുന്ന കാര്യത്തിൽ രാജ്യം വിജയിച്ചു. ഇന്ത്യയുടെ കരുത്തിലാണ് മോദി, അല്ല ഒരിക്കലും അദ്ദേഹം വ്യക്തിപരമായൊരു നേട്ടമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, രാജ്യത്തിൻ്റെ കരുത്തായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേൾഡ് പൊളിറ്റിക്സ് മോദി സെൻറ്റേഡായിട്ട് മാറുകയാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യത്തിൽ ഈ പുടിൻ്റെ സന്ദർശനം വിജയിച്ചു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങ് അവസാനം സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി 2017 ബറാക്ക് ഒബാമ ഇന്ത്യയിൽ വന്നപ്പോൾ ബറാക്ക് ഒബാമയെ പോയി രാഹുൽ ഗാന്ധി കണ്ടു. അതിനുശേഷം ബറാക്ക് ഒബാമ രാഹുലിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സാറിന് അതറിയാമായിരിക്കുമല്ലോ. വളരെ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്തൊരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ബാലിശമായ ഓവർ സ്മാർട്ടാകാൻ ശ്രമിച്ച അദ്ദേഹത്തിനോട് സഹതാപമാണ് തോന്നിയത്. എന്തായാലും പുടിനെ കാണാതിരുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിവരം കെട്ട ഈ മനുഷ്യനാണോ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് തിരിച്ചറിയാൻ ഒരവസരം പുടിന് കിട്ടാതെ പോയി. വിളിച്ച് സംസാരിക്കേണ്ടവരോട് വിവരമുള്ളവരെ വിളിച്ചിട്ടുണ്ട്, ശശി തരൂരിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുടിൻ്റെ ആവശ്യം അനുസരിച്ചാണ് ശശി തരൂരിനെ വിളിക്കുന്നത്, ഇന്ത്യയുടെ ആവശ്യമല്ലല്ലോ. അപ്പോൾ പുടിന് ആരെ വിളിക്കണം ആരെ വിളിക്കേണ്ട എന്ന് അറിയാം. എന്തായാലും ശരി, രാഹുലിൻ്റെ സന്ദർശനം, പുടിനുമായുള്ള സന്ദർശനം ഒഴിവാക്കിയത് കോൺഗ്രസിനും നല്ലതാണ്, നമ്മുടെ രാജ്യത്തിനും നല്ലതാണ്, രാഹുലിനും നല്ലതാണ്. താനൊരു വിഡ്ഢിയാണെന്നുള്ള കാര്യം പുടിനെ കൂടെ അറിയിക്കാതെ അദ്ദേഹത്തിന് ഇവിടെ വന്ന് കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഞെളിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ പുടിൻ ഇതുപോലൊരു കമൻറ്റൂടെ പറഞ്ഞാൽ മോശമല്ലേ. എന്തായാലും ശരി, പുടിൻ്റെ ഈ സന്ദർശനം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു സന്ദർശനമായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങ് അതിനോട് വിയോജിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. 2 വാചകം മാത്രം. ഒന്ന്, അങ്ങ് തന്നെ അത് കറക്റ്റ് ചെയ്തെങ്കിലും നരേന്ദ്രമോദിയല്ല ആരായാലും ആ വ്യക്തിയുടെ സെൻറ്റേഡ് ആവരുത്, അത് ഭാരത സെൻറ്റേഡ് ആയിരിക്കണം. ലോകത്തിന് വേണ്ടിയുള്ള പ്രഭാവം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങ് പറഞ്ഞതും അത് തന്നെ, മോദി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഒരു കാര്യം സൂചിപ്പിക്കാം. പഴയ ഒരു അംബാസഡർ ദീപക് ബോറ, ഇന്നലെ ഞാൻ അദ്ദേഹത്തെ ചർച്ച കേട്ടതാണ്, തമാശയായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ചെന്ന ഒരു രാജ്യത്ത് അവിടുത്തെ പ്രധാനമന്ത്രി വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ചോദിച്ചു, ആർ യു ഗോഡ്, നിങ്ങൾ ദൈവമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദീപക് പറഞ്ഞ മറുപടിയുണ്ട്, നോ സർ, ഐ ആം നോട്ട് ഗോഡ്, ഐ ആം എൻ ഇന്ത്യൻ വിച്ച് ഈസ് നെക്സ്റ്റ് ബെസ്റ്റ് ടു ദാറ്റ്. വല്ലതും പറഞ്ഞു.
സോ ഒരു ഭാരതീയൻ എന്ന രീതിയിൽ മോദിയുടെ ശക്തി പോലും ഭാരതീയനാണ് ഭാരതത്തിലെ 140-ലധികം കോടി ജനങ്ങളുടെ പിന്തുണയുള്ള കരുത്തനായ നേതാവാണ് എന്നുള്ളതിലേക്ക് തന്നെ കാര്യങ്ങൾ ചെന്നെത്തണം. ഭാരതമായിരിക്കണം കേന്ദ്രം, ഭാരതം തന്നെ ആവണം വിശ്വഗുരു. അതാണ് എനിക്ക് അവസാനം. തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ആദ്യം പ്രധാനമന്ത്രിയായി വരുമ്പോൾ തൻ്റെ നെറ്റി പാർലമെൻറ്റിലെ പടികളിലെ തൊട്ട് വന്ദിച്ചു വന്ന ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യത്തേത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യ ജനാധിപത്യത്തെക്കുറിച്ചറിയാം, നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തെക്കുറിച്ചറിയാം. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഒരു വലിയ ചക്രവാളങ്ങൾ തേടി ഉള്ള യാത്ര ശക്തമായി തന്നെ തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ഇവിടെ വന്ന് ഇത്തരൊരു ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. അവസരം തന്നതിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.